രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഹിമാചലില് പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 6 വിമത MLA-മാർക്ക് സ്പീക്കർ കത്ത് നൽകി. അതേസമയം BJP MLA-മാർ ഗവർണറെ കണ്ട് ബജറ്റിൽ വോട്ടെടുപ്പ് വേണം എന്നാവശ്യപ്പെട്ടു. വിവരങ്ങളുമായി നമ്മുടെ അനൂപ് ദാസ് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അനൂപ്, എന്താണ് അവിടുത്തെ വിവരങ്ങൾ? ഇങ്ങനെ രാഷ്ട്രീയം അറിയാതെ നമ്മുടെ പ്രേക്ഷകർ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് കുറച്ച് രാഷ്ട്രീയം പറയാം. മോദി ഗുഡ് മോർണിംഗ്. ഹിമാചലിൽ കുറച്ച് പ്രശ്നമാണ് കാര്യം. നമ്മുടെ കോൺഗ്രസിന് ഉത്തരേന്ത്യയിലുള്ള ഏക സർക്കാരാണ് ഹിമാചൽ പ്രദേശിലേത്. ആ സർക്കാരും ഒരുപക്ഷെ വീഴും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. 40 MLA-മാരാണ് കോൺഗ്രസിന് ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ ഉണ്ടായിരുന്നത്. അതിൽ 6 പേർ BJPക്ക് വോട്ട് ചെയ്തു ഇന്നലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ. ഒപ്പം തന്നെ ഒരു 3 സ്വതന്ത്ര MLA-മാരുടെ പിന്തുണയും കോൺഗ്രസ് ഉണ്ടായിരുന്നു. ആ 3 പേരും BJP പക്ഷത്തേക്ക് പോയി. ഇപ്പോഴത്തെ കണക്ക് നോക്കുമ്പോൾ ആകെ 68 അംഗ നിയമസഭയാണ്. അവിടെ 34 എന്ന കോലത്തിലാണ് കാര്യങ്ങളുള്ളത്. പക്ഷേ കോൺഗ്രസിന് ആശ്വസിക്കാനുള്ള ഒരു വക ഇപ്പോൾ വരുന്നത്, ഈ 6 വിമത MLA-മാർ ഹൈക്കമാൻഡ് നിയോഗിച്ച ചില നിരീക്ഷകരുമായി സംസാരിച്ചിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം, പാർട്ടിയുമായി ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ മുഖ്യമന്ത്രിയുമായി പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രിയെ മാറ്റണം. മുഖ്യമന്ത്രിയെ മാറ്റിയാൽ ഈ കോൺഗ്രസിലേക്ക് തിരികെ വരുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാം എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഈ 6 MLA-മാരെയും ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി, അവരെ അയോഗ്യരാക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണം കാണിക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സ്പീക്കർ ഇവർക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഇത്തരം ഘട്ടങ്ങളിൽ ഇടപെടുന്ന നേതാവ് DK ശിവകുമാറിനെ ഷിംലയിലേക്ക് അയച്ചിട്ടുണ്ട്. MLA-മാർ ഷിംലയിലേക്ക് വരുന്നുണ്ട്. ഒരു നാടകീയമായ അവസ്ഥ ഇപ്പോൾ ഹിമാചൽ പ്രദേശിലുണ്ട്. എന്നാൽ കോൺഗ്രസിന് സർക്കാരിനെ നിലനിർത്താൻ കഠിന പരിശ്രമം വേണ്ടിവരുമെന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്.